ഇത് നമ്മളെ കുറച്ച് മുന്നേ ടെറസിൻ്റെ മുകളിൽ വെച്ച കൈപ്പങ്ങ വെച്ചിട്ട് ഡ്രമ്മാണ്. ഇപ്പം നമ്മളിതിൽ മുളകും തൈ നടാൻ പോവുകയാണ്. മുളകും തൈ കാരണം ഈ ഡ്രം തന്നെ മതി നമുക്ക് രണ്ട് വട്ടം കൃഷി ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ഇട്ട് കാണുന്ന ഇതാക്കിയാൽ മതി, മാറ്റിയാൽ മതി. അപ്പം ഇതിക്ക് നമുക്ക് മുളകും തൈ നടാൻ പോവുകയാണ്. നമ്മൾ 2 പ്രാവശ്യം കൃഷി ചെയ്തിട്ട് മതി പിന്നെ ഇത്തള് മണ്ണ് ഇതാക്കണം. ഇതല്ല അന്ന് നമ്മൾ നല്ല പൊടി ഇതൊക്കെ ഇട്ടതാണ്. കാരണം ഇല ഉണങ്ങിയ ഇലയൊക്കെ ഇട്ടതാണ്. കാരണം അപ്പോൾ നല്ല വളം പോലെ നല്ല അടിപൊളി ഇതായി. അപ്പോൾ നമ്മളത് ഇളക്കി കൊടുക്കണം. നല്ല വളമയാണ്. നിങ്ങൾ ഇത് കാണിച്ചു കൊടുത്താൽ ഇത് കാണിച്ചു കണ്ടോ, നല്ല അടിപൊളി വളമയാണ്. ഫുള്ള് വളം. അതേമാതിരി എല്ലാവരും നമ്മളെ കൈപ്പങ്ങൻ്റെ മുരട്. അപ്പോൾ ഇത് പറിച്ച് ഒഴിവാക്കണമെന്നില്ല, അത് സൈഡിട്ട് അതൊരു വളമയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല കരിയില വെച്ച് നല്ല തെങ്ങിൻ്റെ, അപ്പോൾ അത് നല്ല വളമയാണ്. ഇതൊക്കെ നല്ല വളമയാണ്. ഈ വേനലല്ലേ വരുന്നത്, അപ്പം നനയ്ക്കുമ്പോഴൊക്കെ നല്ല ഇത് കിട്ടും. ഇത് കൈപ്പങ്ങൻ്റെതാണ്. അപ്പോൾ ഇതൊക്കെ പറിച്ച് ഒഴിവാക്കുക. നല്ല വളക്കണ്ടോ, അതേമാതിരി വടി എടുത്തിട്ട് നല്ല വളക്കുക. അപ്പോൾ നമ്മൾ നാളെ കുഴിച്ചിട്ട് തരാം. ഇതിലൊക്കെ നല്ല വളം വേണ്ട കണ്ടോ, നല്ല അടിപൊളി വളം. മുളകും തൈയാണ്, നല്ല അടിപൊളി മുളകും തൈ. നമ്മളെ ചുങ്കത്ര അഗ്രികൾച്ചറിൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിയാണ്. 3 രൂപയുള്ളൂ. നല്ല അടിപൊളി തൈ, നല്ല നീളമുണ്ട്, നല്ല അടിപൊളി തൈ കണ്ടോ. അപ്പോൾ എല്ലാവരും അവിടെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങുക. നല്ല തൈ കേട്ടോ, ഏകദേശം നല്ല തൈയാണ്. നമ്മൾ നടാൻ പോവാണ്. നിങ്ങൾ കാണിച്ചു നടാൻ പോവുകയാണ്. 2 തൈ കേട്ടോ, ഒന്നിൽ നടുന്നത്. ഞാൻ അതേറ്റ ഒന്ന് കേട് വരികയാണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ 2 കപ്പാസിറ്റി ഉണ്ട് ഈ ഡ്രമ്മിന്. ഇതിലൊന്ന് പറഞ്ഞിട്ടില്ല ഡ്രം. ഇതൊക്കെ തീർത്താൻ നിന്നോട്ടെ കണ്ടോ. ബിസ്മിൽ നടുക. നല്ല അടിപൊളി തയ്യാട്ടോ. അതൊക്കെ നല്ല അടിപൊളി. നമ്മൾ ഇനി വേനൽക്ക് ഇതേമാർക്ക് വാങ്ങണം വേനൽക്ക്. കാരണം വേനൽക്ക് നമ്മൾ തൈ പറിച്ച് നട്ട് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോയി. ഇതെന്തും പ്രശ്നമില്ല, നല്ല അടിപൊളി വേരുണ്ട്, നല്ല തയ്യ. നമ്മൾ ഒരു ഡ്രമ്മിൽ 2 വെച്ച്. കാരണം മുളകൊക്കെ എപ്പോഴും തൈ കുഴിച്ചിട്ടുണ്ടാകും. കാരണം വീട്ടിലേക്ക് ആവശ്യമായൊരു സാധനമാണ് മുളക്. എന്നും പച്ചക്കറി ഒരു ദിവസം ഒരു പച്ചക്കറി, പക്ഷേ മുളക് ഏത് സമയത്തും വേണം. നമുക്ക് രാവിലെയും വേണം, ബ്രേക്ക്ഫാസ്റ്റിനും വേണം, 10 മണിക്കും വേണം, ഏത് സമയത്ത് ഒരു മുളക് വേണം. ഒരു ഓംലേറ്റ് അടിക്കണമെങ്കിൽ വേണം മുളക്. അപ്പോൾ അത് നമ്മൾ കെമിക്കൽ അടിച്ച് ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ വീട്ടിൽ ആകെ 2 ഡ്രമ്മിൽ ഉണ്ടാക്കിയാൽ മതി. കാരണം നല്ല ഒറ്റ തൈ മതി. ഒറ്റ തൈമ്മ തന്നെ ദിവസം പറിക്കാണ്ടാവും. 3 റുപ്യ കൊടുത്ത് തൈ വാങ്ങുക, ഡ്രം എടുക്കുക, വീട്ടിലെ വേസ്റ്റ് മാത്രം ഇട്ട് കണ്ടതൊക്കെ അതിന് മെനക്കെടുന്നില്ല. നല്ല ഉഷാറായിട്ട് തൈ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുളക് എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ മുളകാണ് നമ്മളെ കേരളത്തിലേക്ക് വരുന്നത്. കാരണം ഗൾഫിലേക്ക് കയറ്റി അയച്ചിട്ട് അവിടുന്ന് വരെ തിരിച്ചടിച്ചത്. അപ്പം നമ്മളെ നാട്ടിൽ കിട്ടുന്ന മുളകിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കണം. കാരണം നല്ല വൃത്തി ഉണ്ടാകും കാണാം, പക്ഷേ മുളക് അത്രയും അടിച്ചത്. നമ്മളെ നാട്ടിൽ അതിന് ഗവൺമെൻറ് ആരോ എന്തോ നമ്മളെ നാട്ടിൽ അതിനുള്ള ചെക്കിങ്ങിനോ അതിനൊന്നും ഇല്ലല്ലോ. അവർ കൃഷി ചെയ്ത് അയക്കണേ, അവർ തിന്നണ അത്രേ ഉള്ളൂ. അവർ ചെക്കപ്പോ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല, എവിടെയില്ല. അപ്പം നമ്മൾ അവനാൻ്റെ ആരോഗ്യം അവനാ ശ്രദ്ധിക്കുക. അപ്പോൾ അവനാനെ എല്ലാവരും ഓരോ വീട്ടിൽ ഓരോ തയ്യെങ്കിലും വെക്കുക. കാരണം അത്രയും ദിവസം ആവശ്യമുള്ള സാധനമാണ് മുളക്. അവർ തൈ വെച്ചാൽ മതി, എല്ലാവരും ഒരു തയ്യലും വെക്കുക. അവനാൻ്റെ വീട്ടിലെ മുട്ട വേസ്റ്റ് ആ വേസ്റ്റ് വെച്ചുകൊണ്ട് മാത്രം കൃഷി ചെയ്യുക. എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുക. എനിക്ക് കഴിയണ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യുക. ഒരു തയ്യ മതി. 3 രൂപക്ക് നല്ല അടിപൊളി തൈ കിട്ടും. ഒരു ഡ്രമ്മിലോ ഒരു ബാഗിലോ ഒറ്റ മുളക് തയ്യ മതി. ഇത് അതേമാതിരി വെക്കാം. നമുക്ക് നല്ല അടിപൊളി തൈയാണ്. കണ്ടോ എന്താ നല്ല തൈ. എല്ലാവരും നിർബന്ധമായിട്ട് ഒരു മുളക് തൈ വെക്കണം കേട്ടോ. കാരണം നല്ലതാണ്. കാരണം നമ്മളെ മക്കളൊക്കെ ആരോഗ്യം, ഇപ്പോൾ പൊതുവെ കുട്ടികൾക്ക് ക്യാൻസറും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നത് ഈ ജാതി പച്ചക്കറി മുളകും ഇതൊക്കെ കഴിച്ചിട്ടാണ്. കാരണം ഒരു കറിയിൽ ഒരു മുളക് ഇട്ട് കഴിഞ്ഞാൽ ആ കറി ഫുള്ള് അതിൽ ഇതുണ്ടെങ്കിൽ ആ കറി ഫുള്ളാണ് വേസ്റ്റായി. അപ്പോൾ അത് ഫുള്ള് എല്ലാവരും കഴിക്കണം, എന്ത് സാധനമായി. അപ്പം മുളകും തൈ എല്ലാവരും നട്ടുപിടിപ്പിക്കുക.
എന്താണ് നല്ല അടിപൊളി തൈ കേട്ടോ.